ശബരിമലയിൽ സുരക്ഷയൊരുക്കാൻ ഇനി കൂടുതൽ ക്യാമറ കണ്ണുകൾ 21 ഡിസ്പ്ലേകളിൽ 245 പുതിയ ക്യാമറകൾ കൂടി ഒരുക്കിയാണ് ഈ പുതിയ സംവിധാനം. ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗമാണ് സന്നിധാനം മുഴുവൻ ഇത്തരത്തിൽ ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് സുരക്ഷയൊരുക്കാൻ കൂടുതൽ ക്യാമറകൾ സജ്ജമാക്കിയിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് വിഭാഗം. മരക്കൂട്ടം മുതൽ സന്നിധാനം മുഴുവനും ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി കൺട്രോൾ റൂമിലിരുന്ന് ഇനി പരിശോധിക്കാം. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നിർവഹിച്ചു. അല്ല, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ലക്ഷോപലക്ഷം ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നു പോകുന്നത്. അവരുടെ സുരക്ഷയും അവരുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായി പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സുസജ്ജമായൊരു കൺട്രോൾ റൂം. പോലീസിന് അവരുടേതായ സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിലെല്ലാം നിലയ്ക്കൽ, പമ്പ, സന്നിധാനത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും ശക്തമായ നിരീക്ഷണം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സുസജ്ജമായ ക്യാമറ സംവിധാനം, കൺട്രോൾ റൂം സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഒരുക്കിയിരിക്കുന്ന CCTV ക്യാമറകൾക്കും കൺട്രോൾ റൂമിനും പുറമെയാണ് അത്യാധുനിക സംവിധാനത്തിൽ ദേവസ്വത്തിന്റെ പുതിയ കൺട്രോൾ റൂം. 245 ക്യാമറകളും ഇവ നിരീക്ഷിക്കുവാൻ വേണ്ടി 21 ഡിസ്പ്ലേകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മരാമത്ത് കോംപ്ലക്സിലെ കൺട്രോൾ റൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ, ശബരിമല ADM ഡോക്ടർ അരുൺ S നായർ, ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, കീഴ്ശാന്തി കൃഷ്ണൻ പോറ്റി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ, ദേവസ്വം വിജിലൻസ് SP സുനിൽ കുമാർ, സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ V അജിത്ത്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിലുള്ള ക്യാമറകൾക്കും പുറമെയാണ് 245 ക്യാമറകൾ സ്ഥാപിച്ച് ശബരിമല സന്നിധാനം കൂടുതൽ സുരക്ഷകൾ ഒരുക്കുന്നത്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയും ഭണ്ഡാരവും അരവണയും സോപാനവും 18-ാം പടിയുമെല്ലാം ഇനി കൂടുതൽ ക്യാമറ നിരീക്ഷണത്തിലാണ്. ക്യാമറകൾക്കൊപ്പം ക്യാമറമാൻ സനലിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം